അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അതുപോലെ നമുക്കും സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം നല്ല മാങ്ങയിലെ സീസണല്ലേ, നമുക്ക് നല്ലൊരു മാങ്ങൻ്റെ ജ്യൂസ് ആക്കിയിട്ട് കുടിച്ചാൽ ആ മാങ്ങൻ്റെ നല്ല അടിപൊളി കട്ടപ്പാലടിച്ചിട്ട് നമുക്ക് കുടിക്കാം. ഫസ്റ്റ് തന്നെ ഞാനിതാ മാങ്ങ മുറിക്കുന്നു. ഇപ്പം ഇഷ്ടംപോലെ മാങ്ങ കിട്ടുന്നുണ്ടല്ലോ, മാങ്ങൻ്റെ നല്ല സീസണല്ലേ. അപ്പോൾ നല്ല കല്യാണം ഉണ്ടായിനി എനിക്ക്. അങ്ങനെ കല്യാണത്തിന് പോയിട്ട് ചോറ് കഴിച്ചിട്ട് വന്നിട്ടാകുമ്പോൾ തന്നെ വല്ലാത്തൊരു ചൂടിന്ന് മഴ കുറഞ്ഞ്. അപ്പം ഞാൻ വിചാരിച്ചൊരു തണുത്ത നല്ലൊരു ജ്യൂസാക്കിയിട്ട് നമുക്ക് കുടിച്ചാലോ, മാങ്ങൻ്റെ ഒരു വെറൈറ്റി ആക്കുന്നത് നോക്കണം. അതേപോലെ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ ഇതിൻ്റെ തോലെല്ലാം ഒന്ന് നന്നായി മുറിച്ചിട്ടിട്ട് നല്ലോണം പൊഴുത്തിന്. നമുക്ക് വാങ്ങിയൊന്നും ഇല്ല കേട്ടോ, മാവിൻ്റെ തെയ്യൊന്നും ഇല്ല. മൂത്ത മോനെടുത്ത സ്ഥലത്തും ഇല്ല, രണ്ടാമത്തെ മോൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട് സ്ഥലം. ഓൻ്റെ പറമ്പിലും മാങ്ങിയില്ല, നമ്മൾ വീടിയും ഇല്ല. ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണ്. അപ്പം ഞാൻ വിചാരിച്ച് നല്ല കട്ടപ്പാലിലൊന്ന് അടിച്ചിട്ട് കുടിക്കാലോ. ചെറിയ പൈസയില്ല, 50 ഉറുപ്പ്യ ഒരു കിലോന് എന്നാണ് പറഞ്ഞത്. ഇത് നമ്മുടെ അടുത്തുനിന്ന് ഒരാൾ തന്നതാണ്, എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട്. ഇനി നമുക്കിതെല്ലാം മുറിച്ചിട്ടതിന് ശേഷം കാട്ടിക്കാം. അങ്ങനെ നമ്മളെ മാങ്ങ നന്നായി മുറിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ട് ജ്യൂസിൻ്റെ മേലെ ഒന്ന് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ട് ഇത് നമുക്ക് നല്ല ഇതിൽ കട്ടപ്പായിലൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് ഞാൻ അടിക്കുന്നത് കാട്ടിക്കാം. ജ്യൂസ് മിഷയിൽ മാങ്ങയെല്ലാം മുറിച്ചത് ഇട്ട് വെക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടാം. മധുരം കൂടുതൽ വേണമെന്നവർക്ക് കൂടുതലിടാം, കുറച്ച് വേണമെന്നവർക്ക് കുറച്ചിടാം. മാങ്ങക്ക് കോമാങ്ങയാണ്, നല്ല മധുരമില്ല മാങ്ങ. അതിലേക്ക് ഞാൻ കൊട്ടപ്പാൽ വെക്കുന്നുണ്ട്. കുറച്ച് കുറച്ചായിട്ട് അടിച്ചെടുക്കാം. അടിച്ചതിന് ശേഷം നമുക്ക് കാണാം. അങ്ങനെ നന്നായി ഇത് ജ്യൂസ് നല്ല അടിപൊളി കട്ടിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒഴിച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് നമുക്കത് എടുക്കാം. നല്ല അടിപൊളി മാങ്ങ ജ്യൂസ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ 2 മിനിറ്റ് വരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് സെറ്റാക്കിയിട്ട് എടുക്കാം. ഇങ്ങനെ നമുക്കിതാ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ജ്യൂസ് 2 മിനിറ്റ് കഴിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെറ്റാക്കാം. ജ്യൂസിലൊക്കെ കാട്ടിക്ക് കുറച്ച് മാങ്ങ മുറിച്ചത് ഞാൻ മാറ്റി വെച്ചിട്ടേ എല്ലാവരും ഇതുണ്ടാക്കിയിട്ട് നോക്കിയിട്ട് അറിയിക്കണം എനിക്ക് കമൻറ്റിൽ. നല്ല രസമാണ്, ചൂടിന് നല്ല മുറിക്കുമ്പോൾ തന്നെ കുറച്ച് മാങ്ങ അവിടെ എടുത്ത് വെച്ചാൽ മതി, മാറ്റി വെച്ചാൽ മതി. അപ്പം ഇതേപോലെ നമുക്ക് സെറ്റാക്കിയിട്ട് എടുക്കാം. ഇത് ഐസ്ക്രീമാണ്. അങ്ങനെ സെറ്റാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇതെൻ്റെ മോൻ്റെ മോളുണ്ട് ഇവിടെ വന്നിട്ട്. അപ്പോൾ ഓൾ ചെറിയ പാത്രത്തിൽ മതി മാർക്ക് പറഞ്ഞു. അപ്പോൾ ഓക്ക് സെറ്റാക്കുന്നത്
ഒരു 5 മിനിറ്റ് ഇത് സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നല്ല കട്ടിയാക്കിയിട്ട് എടുത്ത് കഴിച്ച് നോക്കണം എല്ലാവരും. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രൂട്ടെല്ലാം ഇവിടെ ശരിയായി. ഐസ് നല്ല അടിപൊളി ഐസ്ക്രീമെല്ലാം ഇട്ടിട്ട് മാങ്ങ ജ്യൂസിൽ മാങ്ങ മുറിച്ചിട്ട് ചെയ്തില്ല. നല്ല രസമുണ്ട്. ഇത് നോക്കിയോടാ എങ്ങനെയുണ്ട് കുറച്ച് വിസ്മയും കൂട്ടിയിട്ട്. മക്കളെ ഒന്ന് നോക്കി കുടിക്കോ. നമ്മ ജ്യൂസ് കുടിക്കാനൊക്കെ കടയിൽ പോയിട്ട് കുടിക്കുന്നില്ല. എന്തിനാ നമ്മ അങ്ങനെ കുടിക്കുന്നത്? ഇത് തന്നെ നമ്മൾ പുരക്കുന്നുണ്ടാക്കിയ സൂപ്പർ. ഞാൻ വിചാരിച്ചില്ല ഇത്ര നല്ല രീതിയിലാവുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റൂല. എങ്ങനെയുണ്ട്? പറ യൂട്യൂബിൽ അവരോട് പറ എങ്ങനെയുണ്ട്. നല്ല രസമുണ്ടാ. ഐസ്ക്രീം കഴിക്കാൻ കൊണ്ടോണ്ട, ഇങ്ങനെ ഉണ്ടാക്കി തന്നാ പോലെ. എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് നോക്കാം. കമൻറ്റിൽ എന്നെ അറിയിക്കണം. പിന്നെ എൻ്റെ വീഡിയോ എല്ലാം കാണണം. നിങ്ങൾ മക്കളെ സബ്സ്ക്രൈബ് ചെയ്യാതെ വരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഇടുക, കമൻറ്റ് ഇടുക. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അസ്സലാമു അലൈക്കും.